നമസ്കാരം അച്ഛന്മാരെ. കൈൻഡ്ലി ആ ബാക്ക് വശത്തുള്ള നമ്മുടെ ബ്ലാക്കിയുടെ നിക്കിയുടെയും കുക്കിയുടെയും സൗണ്ട് ഒന്ന് ഇഗ്നോർ ചെയ്യുക പ്ലീസ് 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 പ്ലീസ്. കാരണം അവന്മാർ വൈകിട്ടായപ്പോഴേക്കും നല്ല കുറയാണ്. അപ്പോൾ മാഡ് വൈബ്സിന്റെ പുതിയ ടോപ്പിക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഫുള്ളി ദിസ് വീഡിയോ ഡെഡിക്കേറ്റഡ് ടു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. അതൊരു ഒന്നൊന്നര വൈബാണ് മച്ചന്മാരെ. അത് ഫീൽ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു വൈബ് മനസ്സിലാവുള്ളൂ. ഒരേ സോളായിട്ട് കണക്ട് ചെയ്തിട്ട് ഫിസിക്കൽ നീഡ്സിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ മെന്റലില്ല കണക്ഷൻ ബോണ്ട് ചെയ്ത് ഒരു സ്ക്രീനിന്റെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്യുന്ന ആ ഒരു ലവ് എപ്പോൾ വരുന്നറിയില്ല. അതിൻ്റെ ഒരു കാത്തിരിപ്പ് ഏറ്റവും കൂടുതൽ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ആളെ മിസ് ചെയ്യുന്നു. എന്നാൽ ആ കാത്തിരിപ്പിന് ഏറെ ജീവനുണ്ട്. കാരണം ആ വരുന്ന മൊമെന്റ് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അപ്പോഴാണ് ശരിക്കും കാത്തിരിപ്പിന്റെ റിയൽ മീനിങ്, ആ ഒരു എക്സൈറ്റ്മെന്റ് അവിടെ വൈബ് ആവുന്നത്. ഓക്കെ, എന്നാൽ കുറച്ച് ബാക്കിലോട്ട് നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാം. ഇപ്പോൾ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ളവർക്ക് എന്താണ് വാട്സപ്പ് ചാറ്റ്, വീഡിയോ കോള്, അതുപോലെ ചാറ്റ്സ് നമുക്ക് എടുത്തു വെച്ചിട്ട് ആൽബം പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാൽ പണ്ടത്തെ സമയത്ത് എന്തായിരുന്നു എന്നറിയോ? ഇപ്പൊ ഒരു മിനിറ്റ്, ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങൾ ഇത്തവണത്തേക്ക് കൊണ്ടുപോവാണ്. ഇത്തവണ ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നത് ഊബറേറ്റിനെ വെയിറ്റ് ചെയ്യും, പിന്നെ ലൈക്ക് സ്വിഗ്ഗി സൊമാറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പണ്ട് കാലത്ത് രണ്ട് കമിതാക്കളെ കൂട്ടിമുട്ടിക്കാനായിട്ട് ഒരു ഇന്റർമീഡിയേറ്റർ ഉണ്ടായിരുന്നു, നമ്മുടെ പോസ്റ്റ്മാൻ. അവർ ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം 5-6 ദിവസമൊക്കെ എടുക്കും ആ ലെറ്റർ അവിടെ കിട്ടാനും അതിന് റിപ്ലൈ ആയിട്ട് തിരിച്ചു വരാനും ഉള്ളത്. ആ ലെറ്റർ എഴുതുമ്പോൾ തൻ്റെ ആ പ്രാണനായിട്ട് കാണുന്ന ആളെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും കാര്യങ്ങൾ എഴുതുന്നുണ്ടാവുക. അതിൽ കണ്ണീരുണ്ടാവും, പിണക്കം ഉണ്ടാവും, പരിഭവങ്ങളുണ്ടാവും, ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, ഒരുപാട് നല്ല നല്ല മൂമെന്റ്സ് ഷെയർ ചെയ്യുന്നുണ്ടാവും, മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റിയുള്ള ഡിസ്കഷൻ ഉണ്ടാവും. പ്രണയം ടോപ്പിക് ആയതുകൊണ്ട് തന്നെ സംഭവം കുറച്ച് ഭയങ്കരയാണ് മച്ചന്മാരെ. കാരണം റിയൽ ലവ് എന്ന് പറയുന്നത് കുറച്ച് ഭയങ്കരയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിപ്പിന്റെയും പ്രതീക്ഷയുടെയും പരിഭവത്തിന്റെയും എക്സൈറ്റ്മെന്റിന്റെയും പ്രാർത്ഥനയും കേട്ടോണ്ടിരുന്നത് തപാൽ ബോക്സ് ആണ്. ആ പോസ്റ്റ്മാനെ കാണുമ്പോൾ ഒരു ഫുൾ മന്തി കിട്ടിയ സന്തോഷമാണ് പലർക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ വ്യക്തിയെ കണക്ട് ചെയ്യാനായിട്ടുള്ള പോസ്റ്റ്മാനെ കാണുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഒരു സന്തോഷം, എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാതെ എന്ന് വരെ എപ്പോൾ വരുന്നറിയാതെ ഏറ്റവും കൂടുതൽ ആളെ വേണ്ട സമയത്ത് മിസ് ചെയ്തിട്ട് പോലും വരുമല്ലോ, എൻ്റെ ആണല്ലോ, ആള് മെന്റലി കണക്റ്റഡ് ആണല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി ആ പ്രണയത്തെ കൂട്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ. സിറ്റുവേഷൻസ് മാറുന്നുണ്ടാവും, സ്ഥലങ്ങൾ മാറുന്നുണ്ടാവാം, ആളുകൾ മാറുന്നുണ്ടാവാം, കോണ്ടാക്ട്സ് മാറുന്നുണ്ടാവും. എന്നാലും ഒരു സെക്കൻഡ് പോലും റീപ്ലേസ് തോട്ടോ അല്ലെങ്കിൽ ഒരു പോയിന്റ് പോലും, ഒരു മൈക്രോ ചീറ്റിംഗ് പോലും ചെയ്യാതെ എനിക്കായിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ ഉറച്ചു നിന്ന് ഒരു പോയിന്റ് പോലും വിശ്വാസവഞ്ചന കാണിക്കാതെ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാണിക്കാതെ അവന് വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾ. അപ്പം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുന്നുണ്ട്, ഫോണിൽ കൂടെ നമ്മൾ ഹഗ് ചെയ്യുന്നുണ്ട്, ഫോണിൽ കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ മെന്റലിയാണ് നമ്മൾ കണക്ട് ആവുന്നത്. ബിക്കോസ് ഹീ ഈസ് വിത്ത് മീ, ഷീ ഈസ് വിത്ത് മീ എന്നുള്ള ആ ഒരു കണക്ഷൻ ബേസ് അത് എത്ര ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ചില ആളുകൾ ജസ്റ്റ് ഫിസിക്കൽ നീഡ്സിന് വേണ്ടി പ്രേമിക്കുന്നവരുണ്ട്. ഇത് ഫ്ലേർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, അല്ലെങ്കിൽ അറ്റ് എ ടൈം 5-6 കണക്ഷൻസ് കൊടുക്കുന്ന ആൾക്കുള്ള വീഡിയോസ് അല്ല. അവർക്ക് ഇത് എന്തായാലും ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ട്രൂ ലവിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ നമ്മുടെ ഈ സ്ക്രീൻഷോട്ട്സും സംഭവങ്ങളൊക്കെ ഒരു പക്ഷേ ഫോൺ അടിച്ചു പോയാൽ, ആപ്പ് അടിച്ചു പോയാൽ തീരാവുന്നുള്ളൂ. എന്നാൽ പണ്ട് കാലത്ത് ഈ ലെറ്ററുകൾ കെട്ടി ഇങ്ങനെ വെച്ചിട്ട് ചില സമയത്ത് നമ്മളിപ്പോൾ മിസ് ചെയ്യുമ്പോൾ ഓൾഡ് ചാറ്റ്സ് വായിക്കുന്ന പോലെ പഴയ ലെറ്ററുകൾ വായിച്ചിരുന്ന ആളുകളുണ്ട്. അപ്പോൾ ട്രൂ ലവ് റിയലി എക്സിസ്റ്റ്. എന്നാൽ ഇപ്പോഴും ലൈക്ക് പ്രേമിക്കുമ്പോൾ ഫിസിക്കൽ അട്രാക്ഷൻ അല്ലാതെ ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിലും മണ്ണിൽ അടിഞ്ഞാൽ പോലും ആ ഒരു ആത്മബന്ധം കണക്ട് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും കണക്ട് ചെയ്തിരിക്കുന്ന ബന്ധങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടെക്നോളജി കൂടി കഴിയുമ്പോൾ പ്രണയം അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫീലിങ്സിനൊക്കെ വെറും പുല്ല് വില കൊടുത്തു പോകുന്ന ടീംസ് ഉണ്ട്. അവരോടൊക്കെ റിയൽ ഹീറോസ് അല്ലെങ്കിൽ റിയൽ പ്രേമിച്ച് അല്ലെങ്കിൽ നഷ്ടപ്രണയത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ ഒന്നേ പറയാനുള്ളൂ മച്ചന്മാരെ, നിങ്ങൾക്കൊന്നും ഭാഗ്യമില്ല റിയൽ ലവ് എന്താണെന്ന് അറിയാനായിട്ട്. നമുക്കെന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടെങ്കിൽ അവനിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ അവനിൽ ലോകം കണ്ട് അവനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ജീവിച്ചു പോകാൻ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമല്ല. സോ ദിസ് പ്യുവർലി ഡെഡിക്കേറ്റഡ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഗൈസ്. മച്ചന്മാരെ, നിങ്ങൾക്ക് എത്ര വേഗം കാണാൻ പറ്റട്ടെ. നിങ്ങളുടെ ഓരോ പൾസും എനിക്ക് മാക്സിമം പറയാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ്. എത്ര വേഗം ഒരുമിക്കട്ടെ ആ ഒരു വൈബ് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. ഫുൾ ഓൺ വൈബായിട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്.